അതായത് നിപ്പയുടെ കാര്യത്തിൽ ഇപ്രാവശ്യം നമുക്ക് വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് 2 ജില്ലകളിൽ നിന്നായിട്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ ആക്റ്റീവ് സെർച്ച് നടത്തേണ്ടിയിരിക്കുന്നു. അതായത് സമാന ലക്ഷണങ്ങളുള്ള, അതായത് മസ്തിഷ്ക ജ്വരമോ അതുപോലെ ശ്വാസകോശ ബുദ്ധിമുട്ട്, ശ്വസനത്തിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള പനിയുള്ള രോഗികൾ എല്ലാവരും തന്നെ അതിൽ നമുക്ക് ഇത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ടും ആ ലക്ഷണങ്ങളുള്ള മസ്തിഷ്ക ജ്വരം ലക്ഷണമുള്ള രോഗികളെ പരിശോധിക്കുകയും കൂടുതൽ കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുകയും വേണം. ഇതിപ്പം സംശയിക്കുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു വലിയൊരു ഭയം ഭീതി വിതയ്ക്കേണ്ട ഒരു സാഹചര്യമല്ല. തീർച്ചയായിട്ടും അതിലങ്ങനെ വലിയ ഗുരുതരമായി ആശങ്കപ്പെടുകയും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഒരു ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആശുപത്രികളിൽ അനാവശ്യമായിട്ടുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കുകയും ഓവർ ക്രൗഡിംഗ് ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുക. ആശുപത്രിയിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കുക, എല്ലാ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെ. പ്രത്യേകിച്ച് ഈ വടക്കൻ ജില്ലകളിൽ മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകൾ, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലുള്ളവർ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിപ്പയുടെ കാര്യത്തിൽ 2 രീതിയിലാണ് ട്രാൻസ്മിഷൻ നടക്കുക. ഒന്ന്, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് മനുഷ്യരിലേക്ക് വരിക, അത് വവ്വാലിൽ നിന്ന് നേരിട്ടോ അല്ലാതെ മറ്റു പഴവർഗ്ഗങ്ങളിലൂടെയോ ഒക്കെ വരാനുള്ള സാധ്യത. രണ്ടാമത്, നിപ്പ ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ പകർച്ചാ രീതി സാധാരണഗതിയിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചായിരിക്കും നടക്കാൻ സാധ്യത. ഒരു രോഗലക്ഷണങ്ങളോടുകൂടി അഡ്മിറ്റ് ചെയ്യുന്ന ഒരു രോഗി അവിടെ ചികിത്സക്കിടയിൽ കൂടെയുള്ള കൂട്ടിരിപ്പുകാർക്കോ മറ്റുള്ള രോഗികൾക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ ഒക്കെ രോഗം ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ആദ്യത്തെ കേസിലൊക്കെ നമ്മൾ 2018 ഒക്കെ കണ്ടതാണ്. ഒരു രോഗിയിൽ നിന്ന് തന്നെ ബാക്കി 22 പേരിലേക്ക് ബാധിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അണുബാധ നിയന്ത്രണം പാലിക്കുകയും അതുപോലെ തന്നെ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെ അത് കംപ്ലൈന്റ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഡോക്ടർ, 2018 മുതൽ നമുക്കറിയാം നിപ്പയെക്കുറിച്ചൊക്കെ, ഇതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. എങ്കിൽ പോലും ഇപ്പോഴും ഈ രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് പകരുന്നൊരു സാഹചര്യത്തെക്കുറിച്ചും ഇതിന് വേണ്ട ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം. ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ ഉള്ളവർ പോലും എനിക്ക് തോന്നുന്നില്ല, പലപ്പോഴും ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മാസ്ക് ഒന്നും അതിങ്ങനെ കാര്യമായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ പോലും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിലാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ വ്യത്യസ്ത ഇടങ്ങളിലെ വ്യത്യസ്തരായ രോഗികൾക്ക് രോഗം ബാധിക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് പ്രകൃതിയിൽ നിന്ന് നേരിട്ടും ബാധിക്കാനുള്ള സാഹചര്യം. അപ്പൊ ഈ 2 കാര്യത്തിലും ഒരേപോലെ ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന നിർദ്ദേശം. അതിൽ ബാക്കി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായ ആഴത്തിലുള്ള വ്യാപകമായിട്ടുള്ള പഠനങ്ങൾ ICMR നേതൃത്വത്തിലും NICയുടെ നേതൃത്വത്തിലും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലും ഒക്കെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ സാഹചര്യ തെളിവുകളൊക്കെ ലഭ്യമാകുന്ന മുറയ്ക്ക് അത് ജനങ്ങളുമായിട്ടും ഒക്കെ തന്നെ അത് പങ്കുവയ്ക്കപ്പെടുമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഡോക്ടർ, പല രാജ്യങ്ങളിലും നിപ്പ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ രാജ്യത്ത് വന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കേരള നിപ്പ വൈറസ്, അത്തരം ഒരു ചർച്ച നാഷണൽ മീഡിയയിൽ പോലും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ ഒരു കണക്ഷൻ നിപ്പ വൈറസ് ആൻഡ് കേരള? ഇതില് നമുക്കൊരു പ്രധാനമായിട്ടുള്ള ഒരു മിസ്സിംഗ് ലിങ്ക്, എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഇത് പകരുന്നത് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്ന പഠനം. ഒരു 5ഓളം ടീമുകൾ വ്യത്യസ്തമായ തലങ്ങളിൽ പഠനം നടത്തുന്നുണ്ട്. അപ്പൊ അത് പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതേസമയം ഈ വർഷം തോറും നിരവധി ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഓൾറെഡി കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ബംഗാൾ നിരവധി പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാദിയ ജില്ലയിലും അതുപോലെ തന്നെ സിലിഗുരിയിലും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ അവിടെ ബംഗാളിലും ബംഗ്ലാദേശിലുമുള്ള സാഹചര്യം വ്യത്യസ്തമായിരുന്നു. അവിടെ ഈ പനങ്കള്ള് കുടിക്കുന്ന മനുഷ്യരിലേക്കും അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്കും ഒക്കെ പകരുന്ന രീതിയായിരുന്നു. അപ്പൊ ഇവിടുത്തെ സാഹചര്യം, രോഗപ്പകർച്ച, ആദ്യം രോഗം അതിന്റെ ഉത്ഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിലാണ് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടത്. അത് തീർച്ചയായിട്ടും സമീപ നാളുകളിൽ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭിക്കും. പക്ഷെ അത് ലഭിച്ചില്ല എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ജാഗ്രത കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ തന്നെ നമുക്ക് കോവിഡിന്റെ കാര്യത്തിലൊക്കെ അറിയാം. കോവിഡ് ഏതാണ്ട് 70 കോടി ജനങ്ങളെ ബാധിച്ചു രോഗം റിപ്പോർട്ട് ചെയ്ത കേസുകൾ തന്നെയുണ്ട് ലോകം മുഴുവനായിട്ട്. പക്ഷേ ഇന്നും നമുക്ക് അതിന്റെ ഉറവിടം അജ്ഞാതമാണ്. അതുപോലെ തന്നെ അതിനു മുമ്പുള്ള സാർസ് വൈറസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ MERS കൊറോണ വൈറസിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഇത്തരം ചില കാര്യങ്ങളിൽ നമുക്ക് അവ്യക്തത തുടരുന്നുണ്ട് ഇത്രയും വർഷങ്ങളായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കിപ്പം പരമാവധി പരിശ്രമിക്കുന്നു. നമ്മുടെ ആരോഗ്യ സംവിധാനം മുഴുവൻ തന്നെ ആ രീതിയിലേക്ക് പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ ICMR, NCDC ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഒക്കെ തന്നെ പരിശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഫലം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഡോക്ടർ, ഏറ്റവും എന്തായാലും പ്രതിസ്ഥാനത്ത് ഇപ്പോഴും വവ്വാലുകൾ തന്നെയാണ്. അപ്പോൾ വവ്വാലുകളുടെ പ്രജനന കാലമാണ്, മഴക്കാലമൊക്കെ കഴിയുമ്പോൾ അത് കുറച്ചധികം ആകുകയും ചെയ്യും. ഈ കോഴിക്കോട് അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാടാണത് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ വടക്കൻ കേരളത്തെ ഇത് ബാധിക്കാൻ മാത്രം അവിടുത്തെ ഒരു പ്രാദേശികമായൊരു പ്രത്യേകത കൊണ്ട് തന്നെയാണോ? അക്കാര്യത്തിൽ നമുക്ക് ഇതിൽ പല പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യേണ്ടി വരും. കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ആദ്യത്തെ നിപ്പ ഔട്ട്ബ്രേക്ക് 1998 മലേഷ്യയിലെ നിപ്പ ഗ്രാമത്തിൽ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലമായിട്ട് പറയപ്പെടുന്നത് എൽ നീനോ ഫിനോമിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം, അതിനെ തുടർന്നുണ്ടായ വനനശീകരണം, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ, ബാലി പ്രദേശങ്ങളിലെ വനങ്ങളിലുള്ള നശീകരണം, അതിനെ തുടർന്ന് വവ്വാലുകൾ കൂട്ടത്തോടെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, അതൊക്കെയായിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. അതുപോലെ സമാന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വനനശീകരണവും എൻക്രോച്ച്മെന്റ് ഒക്കെ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ കാടുകൾ കൂടുതലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ വനാന്തരീക്ഷമായിട്ട് സമീപസ്ഥ പ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതുപോലെ മറ്റൊരു സൂചനയുള്ളത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ രോഗികളുടെയൊക്കെ തന്നെ സമീപ പ്രദേശങ്ങളിൽ വവ്വാലുകളുടെ വലിയ കോളനികൾ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുക, ജനങ്ങൾ ജാഗ്രത പാലിക്കുക. അതേസമയം വവ്വാലുകളെ നശിപ്പിക്കാനോ വവ്വാലുകളെ വേട്ടയാടാനോ ഒക്കെയുള്ള കാര്യം അതും ഒഴിവാക്കണം. വവ്വാലുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഇപ്പം നേരിട്ട് വവ്വാലിന് ബാധിക്കുന്നതാണോ എന്നുള്ള ഇപ്പോഴും നമുക്ക് വ്യക്തമാക്കാൻ കഴിയില്ല. അത് വേറെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് വല്ലതും, വേറെ വളർത്തുമൃഗങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികളിലൂടെ പടരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ ഫ്രൂട്ട്സ് പോലുള്ള വസ്തുക്കളിലൂടെ പടരുന്നതാണോ എന്നുള്ളത് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതെല്ലാം പഠനം നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.